ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് വിഭവമായാലോ. റവ കേക്ക് അഥവാ വെട്ട് കേക്ക് എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. മൈദ എടുക്കുക. മൈദ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി റവ എടുക്കുക. റവ എടുത്ത് പഞ്ചസാര, അതിലേക്ക് ആവശ്യമായ പഞ്ചസാര, 2 കോഴിമുട്ട, ബേക്കിംഗ് പൗഡർ, ഏലക്ക, 2 സ്പൂൺ നെയ്യ് ആവശ്യമുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്നിച്ചാക്കി കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലോട്ട് മൈദയും റവയും പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും ഏലക്കായും ചേർത്ത് നടുഭാഗം ഒരു കുഴിയാക്കി വെച്ച് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് പാരുക. എന്നിട്ട് 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി കുറച്ച് വെള്ളവും ചേർത്ത്, അത് നല്ല മാവ് എപ്പോഴും നല്ല ടൈറ്റായിട്ട് നിൽക്കണം. നമ്മൾ പത്തിരി മാവിനേക്കാളും കുറച്ചും കൂടെ നല്ല മുറുകിയ മാവാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇളക്കിയിട്ടുള്ളത്. ഈ സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് 2-3 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ചേർത്ത് കൊടുക്കണില്ലേ. മഞ്ഞൾപ്പൊടി ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നതായതുകൊണ്ട് കുക്കായി വരുമ്പോൾ ചിലപ്പോൾ അതിനുള്ളിലൊക്കെ റെഡ് ഡ്രോപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, റെഡായി തോന്നും. അപ്പോൾ അതുകൊണ്ട് കളറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാതെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കാരണം മഞ്ഞൾപ്പൊടി നമ്മളിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നന്നായി കുഴച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റ് കഴിഞ്ഞിട്ട് പലകേമൽ കുറച്ചും കൂടെ മൈദപ്പൊടി ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അത് പലകയിൽ നമ്മൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ വെച്ചിട്ട് ഈ മാവെടുത്ത് അതിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. നന്നായിട്ട് പറഞ്ഞാൽ കുറച്ച് കട്ടി വേണം കേട്ടോ. നമുക്ക് എത്രയാണോ ആ കേക്ക് കിട്ടേണ്ടത് അതിൻ്റെ കട്ടി തന്നെ, പറ്റ നൈസാവാതെ കുറച്ച് കട്ടിയിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. പരത്തി കൊടുത്തതിന് ശേഷം അത് നമ്മൾ കട്ടാക്കി കൊടുക്കണം. ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ടാക്കേണ്ടത്. നന്നായി കട്ടാക്കി കൊടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് നന്നായി എണ്ണ ചൂടാക്കി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ, ഡയമണ്ട് ഷേപ്പിൽ മുറിച്ച് വെച്ചതിൻ്റെ നടുഭാഗത്ത് കൂടെ ഒന്നും കൂടെ കുറച്ചും കൂടി ആഴത്തിൽ മുറിച്ച് കൊടുക്കും. അങ്ങനെ ആഴത്തിൽ മുറിച്ചാലേ നമ്മൾ കടയിലൊക്കെ കാണുന്ന ഒരു ഷേപ്പിൽ അത് കിട്ടുള്ളൂ. ഒരു പൊളിഞ്ഞ പോലെ കാണാറില്ലേ, അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. എന്നാൽ വളരെ ടേസ്റ്റായി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.